നാരായണ നാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ആസ്താം താവദിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ. ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്തസ്യൈ ജനന്യൈ നമഃ. തസ്യൈ ജനന്യൈ നമഃ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. എല്ലാ സുഹൃതികൾക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഈ ചെല്ലിയ ശ്ലോകം ഉണ്ടല്ലോ, ആസ്താന്താവതീയം. അതിൻ്റെ അവസാനത്തിൽ തസ്യൈ ജനന്യൈ നമഃ. അത് എത്ര വട്ടം ആവർത്തിച്ചാലും മതിയാവില്ല. കാരണം വാത്സല്യത്തിൻ്റെ പര്യായമാണ് അമ്മ എന്ന് പറഞ്ഞത്. ആ വാത്സല്യം നമുക്ക് വേറെ ഒരിടത്തു നിന്നും കിട്ടില്ല. പത്തു മാസം ഭാരവുമായിട്ട് നടക്കുന്ന ആ അവസരം ഒന്ന് തിരിയാനോ മറഞ്ഞു കിടക്കാനോ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. കൈയൊന്ന് ഉയർത്തിയിട്ട് മേപ്പടിയുന്നൊരു സാധനം എടുക്കുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞ് വയറ് താങ്ങും ഇല്ലേ? അതിൻ്റെ ഇടയ്ക്കാവും ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു ചവിട്ട്. അയ്യോ എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ചിരിയും അമ്മ. എന്നാലും ആ ശിശുവിനോടൊരിക്കലും ദേഷ്യപ്പെടില്ല. ഏതെങ്കിലും ഒരു അമ്മ വിചാരിക്കാറുണ്ടോ, നീ എന്നെ ചവിട്ടിയില്ലേ, നേരെയാക്കി തരാം, നീ എന്നും അവിടെ ഇരിക്കില്ലല്ലോ, പുറത്തേക്ക് വരുമല്ലോ, ആ സമയത്ത് ഞാൻ നേരെയാക്കി തരാമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നതും കാത്തുകൊണ്ടൊരമ്മ വേഗം പുറത്തേക്ക് വന്നപ്പോൾ അവൻ്റെ രണ്ട് കൈയും പിടിച്ച് ഒരൊറ്റ പെടേണ്ട് കൊടുക്കാറുണ്ടോ ആ കുട്ടിയെ? പതിവില്ല. എന്നാൽ കാലാണോ വളരുന്നത്, കയ്യാണോ വളരുന്നത് എന്ന് നോക്കിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു മാതൃവാത്സല്യം. മാതൃവാത്സല്യം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വാത്സല്യം എന്നും പറയാം, മാതാവിലുള്ള വാത്സല്യം. രണ്ടർത്ഥം പറയാം മാതൃവാത്സല്യം എന്നുള്ളതിന്. നമുക്കിവിടെയും ഒരമ്മയുടെ സാന്നിധ്യം, സാക്ഷാൽ കുറൂരമ്മയുടെ സാന്നിധ്യം. അവിടെ
ഉണ്ണിക്കണ്ണനായിരിക്കുന്ന കൃഷ്ണനോടാണോ വാത്സല്യം അമ്മയ്ക്ക് കൂടുതൽ, അതോ ഉണ്ണിക്കണ്ണന് അമ്മയോടാണോ വാത്സല്യം കൂടുതൽ ചോദിച്ചാൽ പറയാൻ നിവൃത്തിയില്ല. കിം കൽപ്പതേ മാതു അധോക്ഷജാഗസേ. കുട്ടിയുടെ യാതൊരു ചേഷ്ടകളും അമ്മയെ ദ്വേഷപ്പെടുത്താറില്ല. ആ വാത്സല്യം അതിങ്ങനെ തൂകിക്കൊണ്ട് ആ ഉണ്ണിയിലിങ്ങനെ, ആ കുട്ടിയിലിങ്ങനെ എപ്പോഴും പരിലസിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശ്രീകൃഷ്ണനും ആ അമ്മയെ അങ്ങേയറ്റം ആനന്ദിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഈ അമ്മയ്ക്ക് ഭഗവാൻ അനുഭവം നൽകിയിട്ടുള്ളത്. ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 13ാമത്തെ വയസ്സിൽ വൈധവ്യം ബാധിച്ചതാണ് പോലും. പണ്ടുകാലങ്ങളിലൊക്കെ ഒരു നമ്പൂതിരിയുടെ ഗൃഹത്തിൽ വിധവകളുടെ സ്ഥാനം എവിടെയാണെന്നാണെങ്കിൽ ഒരു ഇരുട്ടറയിൽ, പുറത്തേക്കൊന്നും വരാൻ നിവൃത്തിയില്ല. എന്തെങ്കിലും പിറന്നാളോ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും വരാനുള്ള അനുവാദമില്ല. ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചുകൂടി. കാരണം എല്ലാറ്റിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവളാണ് വൈധവ്യം ബാധിച്ചവർ. അപ്പോൾ ഇവരാണെങ്കിലോ വെറും 13 വയസ്സ് മാത്രം. എന്താ വേണ്ടോ നിശ്ചയമില്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ആ അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല, സഹായത്തിന് ആരുമില്ല. എന്തോ ഒരു പൂർവജന്മ സുകൃതം ഹേതുവായിട്ട് ഏതോ ഒരു സജ്ജനവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, സംശയിക്കണ്ട, ശ്രീഗുരുവായൂരപ്പനെ സ്നേഹിച്ചോളൂ, അവിടുന്ന് തീർച്ചയായിട്ടും സങ്കട നിവൃത്തിയുണ്ടാക്കി തരും എന്ന് പറഞ്ഞു ആ സജ്ജനം. അപ്പോൾ അന്ന് മുതൽക്ക് അങ്ങോട്ട് തുടങ്ങിയതാ ഭഗവാനെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? ഒരു ഉണ്ണിയായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. കൃഷ്ണനെ എനിക്ക് എൻ്റെ ഉണ്ണിയായിട്ട് കിട്ടണം, മകനായിട്ട് കിട്ടണം എന്നുള്ള. പറയാറില്ലേ, നിനക്കു ഗർഭപ്രസവാദി പീഡയാൽ യാതൊരു ദുഃഖവുമില്ലാതെ ഈ ഉണ്ണിയെ സ്വന്തം പുത്രനായിട്ട് ഇങ്ങോട്ട് ലഭിച്ചു ആ അമ്മയ്ക്ക്. ഭഗവാൻ എങ്ങനെ കൃഷ്ണ 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 എന്നങ്ങനെ കീർത്തിച്ചുകൊണ്ട് ഉണ്ണി വരുന്നുണ്ടോ പുറമേക്കിങ്ങനെ നോക്കിക്കൊണ്ട് ഉണ്ണി വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുള്ള ആ വിചാരത്തോടു കൂടിയിട്ട് ആ അമ്മ ഇങ്ങനെ ദിവസേന ഓരോ ദിവസവും നയിക്കും. അപ്പോൾ ഒരു ദിവസമാണ് ആ അമ്മ ഉണ്ണിക്ക് വേണ്ടിയിട്ട് അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നാണ് ഉണ്ണി ഓടി വന്നത്. അമ്മേന്ന് വിളിച്ചുകൊണ്ടാ ഓടി വന്നത്. അപ്പോൾ എത്ര സന്തോഷമായതെന്ന് നിശ്ചയമില്ല. കാരണം ഈ ഒരു വിളി ഈ ജന്മത്തിൽ കേൾക്കാൻ തരാമെന്ന് വിചാരിച്ചിട്ടില്ല പോലും ആ അമ്മ. അതും പെട്ടെന്നങ്ങോട്ട് വിളിച്ചാൽ ആ ഭാവം ഉൾക്കൊള്ളാൻ ഇത് അമ്മയെന്നങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു പുത്രഭാവം തന്നെയാണ് ആ ക്രൂരമ്മയ്ക്ക് അനുഭവം വന്നത്. ഓടി വന്നിട്ട് ഭഗവാൻ പറയുന്നത് എന്താ, എനിക്ക് വിശന്നിട്ട് യാതൊരു നിവൃത്തിയില്ല, എന്തെങ്കിലും കഴിക്കാൻ തരൂ. എൻ്റെ കിങ്ങിണിതാ കിഴിഞ്ഞ് വീണു പോയി തുടങ്ങി, വയറൊട്ടിയിട്ട്. അത് മേപ്പെട്ട് ഇങ്ങനെ ആക്കി പിടിച്ചുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു അമ്മയുടെ അടുത്തേക്ക്. ഇപ്പം നേരെയാക്കി തരാമെന്ന് പറഞ്ഞ അട പരത്തി അത് അടുപ്പത്ത് വെച്ച് വേവിക്കണ്ടേ, എന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഇലയിലും ഇതിങ്ങനെ മാവ് ഇതൊക്കെ ഒഴിച്ചിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് മടക്കി ഇങ്ങനെ വരുന്നു.
ഉണ്ണി അത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിട്ട് അതൊക്കെ നിർത്തി നോക്കുക. അത് അടുപ്പത്ത് വെച്ചാൽ, ആവിയിൽ വെച്ചാലേ വേവുള്ളൂ എന്ന് ഉണ്ണിക്കുണ്ടോ അത് വല്ലതും ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ നിന്റെ വികൃതി കുറെ കൂടുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം, പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഉണ്ണിയെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നു. ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. നിന്റെ വീട്ടിൽ അമ്മ ഇല്ലേ ചോദിച്ചു. എന്ന് പറഞ്ഞു. അവിടെ മലര് വറക്കാറില്ലേ ചോദിച്ചു. പിന്നെയോ ധാരാളം വറക്കാറുണ്ട്, വലിയ കലമുണ്ട് വീട്ടിലെന്ന് പറഞ്ഞു. എന്നാൽ അവിടെയുണ്ട് ഒരു കലം, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കമത്തിയിട്ട് ഇതിലേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെയുണ്ട്, തലയിൽ അങ്ങോട്ട് വെച്ചു, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കലം തുറക്കാം. ത്രിഭുവനം മുഴുവൻ ഈരടിയായിട്ട് അളന്നതായ ആ സാക്ഷാൽ ഭഗവാനെ ഇവിടെ എന്ത് ചെയ്തു? ഒരു എടങ്ങഴി അവല് വറക്കുന്ന കലത്തിൽ അടച്ചു വെച്ചു. ഇതെങ്ങനെ സാധിച്ചു ആ അമ്മയ്ക്കെന്ന് ചോദിച്ചാൽ അതാണ് ഭക്തിയുടെ പ്രത്യേകത. ഭക്തി കൊണ്ട് ഭഗവാൻ വശകനായിത്തീരും. ഒരിക്കലും ആ മറ്റൊന്നുകൊണ്ടും ഭഗവാനെ ബന്ധിക്കാനായിക്കൊണ്ട് സാധിക്കില്ല. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. യശോദാദേവി ഇനി യാതൊരു രക്ഷയില്ല എന്ന് വന്ന അവസരത്തിലാണ് ലൂഹലത്തിൽ കെട്ടിടാനായിക്കൊണ്ട് സാധിച്ചത്. അതുവരെ ഞാനാവാം, ഞാൻ കെട്ടും എന്നുള്ളതായിരിക്കുന്ന ധൈര്യത്തോടു കൂടിയിട്ട് അഹങ്കാരത്തോടു കൂടി ചെന്നപ്പോൾ തൊടാൻ സാധിച്ചില്ല. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അവസരത്തിലാണ് കൃപയാസീത് സ്വബന്ധനേ. അമ്മയുടെ കണ്ണിൽ വെള്ളം വന്നപ്പോൾ ഉണ്ണിക്ക് സങ്കടമായി. വേഗം ബന്ധനത്തിനങ്ങോട്ട് അനുവദിച്ചു. അപ്പം ആ ഭക്തിയാകുന്ന ചരട് കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് കെട്ടിയിടാനായിക്കൊണ്ട് സാധിക്കുള്ളൂ എന്നാണ്. ഇങ്ങനെ ഭക്തി കൊണ്ട് കെട്ടിയിടപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് മഹാത്മാക്കളുടെ, സജ്ജനങ്ങളുടെ, പുണ്യാത്മാക്കളുടെ കഥകൾ നിറഞ്ഞതാണ് നമ്മളുടെ ശ്രീമന്നാരായണീയം. ഭട്ടതിരിപ്പാട് വിരചിച്ചിട്ടുള്ളതായിരിക്കുന്ന ശ്രീമന്നാരായണീയം. ഈ ശ്രീമന്നാരായണീയം വളരെ വളരെ ഭക്തിസാന്ദ്രമായിട്ട് ചൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, സ്വസ്തി ചിന്മയം എന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ശ്രീമന്നാരായണീയം രസാവഹമായിട്ട് ചൊല്ലാൻ ഒരുവിധ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ മഹത്തായിരിക്കുന്ന ആ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ നീലക്കല്ലിൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. കല്ലു വേണോ നീല നീറം പോലും നല്ല കല്ലു വേണോ, മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ആ നീലക്കല്ലിനെ ഇവിടെ ഇഷ്ടമുള്ളവർക്കൊക്കെ സ്വന്തമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഏർപ്പാടാക്കിയതാണ്. ആർക്കൊക്കെ അത് ഉൾക്കൊള്ളാനുള്ളതായിരിക്കുന്ന മാനസികാവസ്ഥയുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ നീലക്കല്ലിനെ സ്വന്തമാക്കി തീർക്കാം. കുറൂരമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയിരുന്ന അവസരത്തിൽ ഉണ്ണിയെ കൊണ്ടുപോയിട്ടില്ല. ഈ നീലക്കല്ലിനെ ഇവിടെ തന്നെ വെച്ചതാ. ആവശ്യക്കാർ സ്വീകരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഒരുപാട് സജ്ജനങ്ങൾ, മഹാത്മാക്കള് സ്വീകരിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലൂടെ നമുക്ക് നോക്കുന്ന അവസരത്തിൽ കാണാൻ സാധിക്കും. ഭീഷ്മര്, അർജുനൻ, കുന്തിദേവി, ഇങ്ങനെ
ശ്രീശുകൻ, ശ്രീനാരദാദി മഹർഷിമാര്, അംബരീഷൻ, ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ എത്രയെത്ര സജ്ജനങ്ങളാണ് ആ ഭഗവാനെ സ്വന്തമാക്കിയത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ആ ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനും ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ബദ്ധശ്രദ്ധനായിട്ടിരിക്കുന്നൊരു ആളുമാണ്. തനിക്ക് നൊന്താൽ പോലും ഭഗവാൻ ചിലപ്പോൾ അനങ്ങിയെന്ന് വരില്ല. ഭാരതയുദ്ധത്തില് ഭീഷ്മര് തന്റെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മാറിടത്തിലേക്ക് കോർത്തുമൂർത്ത അസ്ത്രങ്ങൾ അയച്ചുല്ലേ. മമ നിശിത ശരീർ വിഭിദ്യമാനത്വജി. ആ മാറിടം അങ്ങോട്ട് പിളർന്നിട്ട് രക്തം അതിൽ നിന്നങ്ങനെ ഒഴുകിയപ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ട്, ഇതാ എൻ്റെ വലത്തെ കയ്യിൽ ചമ്മട്ടിയാണ്, ഇടത്തെ കയ്യിൽ കുതിരകളുടെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് എന്ന് പറഞ്ഞ ആ കുതിരപ്പുറത്ത് ഈ ചമ്മട്ടി ഇങ്ങനെ അടിച്ചുകൊണ്ട് ഭീഷ്മരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് മന്ദഹസിക്കുക. ഞാൻ ഇപ്പോഴും ആയുധം എടുത്തിട്ടില്ല കേട്ടോ എന്നുള്ളത്. അപ്പോ ഭീഷ്മർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കയ്യും കൂടി പ്രയോഗിച്ചു നോക്കട്ടെ എന്നാ. അടുത്ത പ്രാവശ്യം അസ്ത്രം അയക്കുന്നത് എവിടേക്കാക്കിയെന്നറിയോ? ഭഗവാനെ ഉപേക്ഷിച്ചു. അർജുനന്റെ നേർക്ക് അങ്ങോട്ട് തുരുതുരുതുരേനെ അസ്ത്രപ്രയോഗം അങ്ങോട്ട് തുടങ്ങി. ഒരു സന്ദർഭത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുനനെ കാണാനില്ല. ഒന്നായിട്ട് ഒരു അസ്ത്ര കൂമ്പാരം. പിന്നെ ഒന്നും നോക്കിയില്ല ഭഗവാൻ. അവിടുന്ന് അങ്ങോട്ട് എടുത്ത ഒരു ചാട്ടാണ്. ചലൽ ഗുൽഹരിവഹന്തുമിഭം ഗതോത്തരീയ. അപ്പോ ഭക്തന് എന്തെങ്കിലും പറ്റിയാൽ അവിടെ ഭഗവാൻ സഹിക്കില്ല. ഏകാശത്തിലൊക്കെ പറയണമെന്ന തഥാമേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര നച സംഘർഷണോ ന ശ്രീർന്നൈവാത്മാച യഥാ ഭവാൻ. ഉദ്ധവരോട് പറയണു, എനിക്ക് എൻ്റെ സ്വന്തം അംശമായിരിക്കുന്ന ലക്ഷ്മിയെ പോലും, ന ശ്രീ, ലക്ഷ്മിയെ പോലും അത്ര എനിക്ക് സ്നേഹമില്ല. പോരാ, നൈവ ആത്മാ, എന്നെയും ഞാൻ അത്ര സ്നേഹിക്കുന്നില്ല. എത്ര? യഥാഭവൻ, അങ്ങയെപ്പോലുള്ളതായിരിക്കുന്ന സർവസംഗപരിത്യാഗിയായിരിക്കുന്ന ഒരു ജീവൻ, എന്നെ ആശ്രയിച്ചവനെ പോലെ ഞാൻ മറ്റൊരാളെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും അംബരീഷന്റെ കഥയിലും. നമ്മളുടെ പ്രസക്ത ഭാഗം അംബരീഷ ചരിതാണ്. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. അംബരീഷ മഹാരാജാവിന്റെ ആ ദൈനംദിന ചിട്ടകൾ നമുക്കൊന്ന് അപഗ്രഥിച്ചു നോക്കാം. ഭാഗവതത്തിൽ പറയണു, സവൈ മന കൃഷ്ണപദാരവിന്ദയോർവചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനേ കരോ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യഗാത്രസ്പരിശേംഗസംഗമം ഘ്രാണം ച തത്പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യാരസനം തദർപ്പിതേ. അദ്ദേഹത്തിന്റെ സവൈമന കൃഷ്ണപദാരവിന്ദയോ, എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ജീവനായിരുന്നു അംബരീഷൻ. വേറെ പണിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതിയും മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ. അദ്ദേഹത്തിന് ഈ സപ്തദ്വീപിന്റെയും ആധിപത്യം ഉണ്ടായിരുന്നു. എടുത്താലൊടുങ്ങാത്ത സമ്പത്തുണ്ടായിരുന്നു. എന്നിട്ടോ അതൊക്കെ ലോഷ്തവൽ, വെറും മണ്ണാൻകട്ട പോലെയായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. രത്നമായിട്ട് ചിന്തിച്ചിരുന്നത് ഏതായിരുന്നു എന്നറിയോ? കൃഷ്ണപദാരവിന്ദയോ, ശ്രീകൃഷ്ണപാദങ്ങളെയാണ്. ഭഗവത് ദർശനം ക്ഷേത്രത്തിൽ ചെന്ന് പറ്റില്ല എന്നുണ്ടെങ്കിലോ മുകുന്ദലിംഗ ആലയ ദർശനേ ദൃശവും, ക്ഷേത്രം കണ്ടു തൊഴുതാലും മതി എന്നാണ്. ക്ഷേത്രേശനായിരിക്കുന്ന ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ ആ കൊടിമരം അല്ലെങ്കിൽ ക്ഷേത്രം കണ്ട്
ദർശിച്ചാൽ മതി. അപ്പൊ അത്രയും അങ്ങട് താണ് അദ്ദേഹം വന്നിരിക്കുന്നു ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപം ഹൃദയത്തിൽ അങ്ങനെ സ്മരിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹം ഒരു വ്രതം ആരംഭിച്ചു. നമ്മളൊക്കെ അംബരീഷന്റെ പേര് നമ്മളൊക്കെ കേട്ടത് ഏതിനാന്ന് അറിയാം ഇല്ലേ? ഏതാ? ഏകാദശി വഴിക്ക്. ഒരാളുടെ പേരും കൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും, രുക്മാംഗദന്റെ പേര്. അംബരീഷനും രുക്മാംഗദനും ഇതിന്റെ രണ്ട് രീതിയിലാണ് അവരുടെ വ്രതം അനുഷ്ഠാനം. അംബരീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാദശ്യാമ്യത് അപാരണേ, ദ്വാദശി സ്പരിശമില്ലാത്തതായിരിക്കുന്ന ഏകാദശി പാരണം ചെയ്ത് അവസാനിപ്പിക്കണം. രുക്മാംഗദൻ എന്ന് പറഞ്ഞാൽ ഏകാദശി സ്പരിശമില്ലാത്ത ദ്വാദശിക്ക് പാരണം ചെയ്ത് അവസാനിക്കണം. അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. ഏതായാലും ഇവിടെ ഒരു കൊല്ലം കൊണ്ട് തന്നെ അവസാനിപ്പിച്ചോട്ടെ ഞാൻ തീർച്ചയാക്കി. അങ്ങനെ ഒരു വ്രതാണ് ഈ അംബരീഷൻ ആരംഭിച്ചത് എന്നാണ്. അപ്പോ അദ്ദേഹം എന്നും ഭഗവാനെയും സേവിച്ചുകൊണ്ട് നിൽക്കുക എന്ന് കണ്ടപ്പോഴേ സാമന്ത രാജാക്കന്മാർ, തൊട്ടടുത്തുള്ളതായിരിക്കുന്ന അയൽരാജ്യങ്ങളൊക്കെ ഉണ്ട്, ശത്രു രാജാക്കന്മാര്, അവർക്കിത് പറ്റിയ സന്ദർഭം തോന്നി. അവര് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭണ്ഡാരവും എല്ലാം ആക്രമിക്കാൻ തുടങ്ങി. ഭഗവാൻ അത് ഇഷ്ടായില്ല. ഭഗവാൻ എന്ത് കരുതി? സർവം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ അംബരീഷനൊക്കെ എന്റെ പാദത്തിൽ സമർപ്പിച്ചു. അപ്പൊ ഞാനിനി മിണ്ടാതിരുന്നാ പറ്റുമോ? ഭഗവാൻ എന്ത് ചെയ്തു? സർവം അംബരീഷാർപ്പണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങട്ടും. ഇപ്പൊ സുദർശന ചക്രം ആരുടേതാന്ന് ചോദിച്ചാൽ ഭഗവാൻ കയ്യുമലർത്തും. എന്റെ അല്ല കേട്ടോ സുദർശന ചക്രം, അത് അംബരീഷന്റെയാണ്. ഞങ്ങൾ തമ്മിലൊരു കരാറ് വ്യവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സാധാരണ രൂപത്തിലല്ല സുദർശനം അവിടെ പോയി നിൽക്കുക. പിന്നെയോ ഒരു മന്ത്രിയുടെ രൂപത്തിൽ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ഭരണകാര്യങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ട് അംബരീഷനും വളരെ സന്തോഷമായി. ഒരാളെ കിട്ടിയല്ലോ, സന്തോഷമായി അംബരീഷനും. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ മുഴുകിക്കൊണ്ട് ഭഗവാനെ സേവിച്ച കീർത്തനം പാടിയും അങ്ങനെ ഭഗവാന്റെ തിരുനാമം കീർത്തിച്ചും അങ്ങനെ ഇരിക്കാനുള്ളതായിരിക്കുന്ന ഒരവസരം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ആ അംബരീഷന് ഒരു വലുതായിരിക്കുന്ന ബാധ വന്നു. ദുർവാസാവ് എന്നുള്ളതായിരിക്കുന്നൊരു മഹാബാധ. ഈ ദുർവാസാവിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മൂക്കത്ത് അദ്ദേഹത്തിന്റെ ശുണ്ഠി, എപ്പോഴും ദേഷ്യം തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കാര്യമായിട്ടില്ല. ഈ കറുകയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞ് അതാണത്രേ അദ്ദേഹം കഴിക്കാറ്. വേറെ ഭക്ഷണമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സമയം ധാരാളം കിട്ടും, ഭക്ഷണം പാകം ചെയ്യുമൊന്നും വേണ്ടല്ലോ. അദ്ദേഹമാണ് ഈ ദുർവാസാവ് ഈ ഇദ്ദേഹത്തിന്റെ അംബരീഷന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നത്. ചെന്നതോ പരാർത്തിശീല. ഭട്ടതിരിപ്പാട് പ്രത്യേകം എടുത്തു പറയുന്നു, പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. പരാർത്തിശീലനാണ് ദുർവാസാവ് എന്ന് പറയും. ആർത്തി എന്ന് പറഞ്ഞാൽ കഷ്ടത, ദുഃഖം. പരാർത്തിശീലൻ എന്ന് പറഞ്ഞാൽ അന്യന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവൻ. അതാണ് ഈ ദുർവാസാവിന്റെ അവസ്ഥ. വേറൊരാൾ ഇങ്ങനെ കണ്ണുനീരും കയ്യുമായിട്ട് കഴിയുന്നത് കാണാൻ വലിയൊരു സന്തോഷം. അത് താൻ കാരണമാണെങ്കിൽ ഒന്നും കൂടി സന്തോഷാവുകയും ചെയ്യും. അതാണ് ദുർവാസാവിന്റെ ഒരവസ്ഥ. ഏതായാലും ഈ മുഹൂർത്തം അവസാനിക്കുന്ന സന്ദർഭത്തിലാണ് എത്തിച്ചേർന്നത് ദുർവാസാവ്. കരുതി കൂട്ടിയിട്ടാണ്, ഒന്നും നോക്കാതെ വേഗം പോയി സ്നാനം ചെയ്തു വരൂ, എല്ലാം നേരെയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദുർവാസാവിനെ പറഞ്ഞയച്ചു. അങ്ങനെ തൊട്ടടുത്തൊരു ജലാശയം ഉണ്ടായിരുന്നു അത്രേ, അതിലേക്ക് പോയില്ല. കുറച്ചും കൂടി ദൂരത്തുള്ളതായിരിക്കുന്ന ജലാശയത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ടോ നിമമജ്ജ ബൃഹധ്യായൻ, വേഗം ഭഗവാന്റെ ആ കുഞ്ഞു സ്വരൂപം പീലിത്തിരുമുടി ചാർത്തി ഗോപിക്കുറി തൊട്ട് വാലിട്ട് കണ്ണെഴുതി മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് പുലിനഖമോതിരവും പൊഞ്ചിലമ്പും പൊൻകിങ്ങിണിയും ഒക്കെ ചാർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ആ ചെറിയ സുന്ദര രൂപം മനസ്സിൽ ധ്യാനിക്കാൻ വളരെ എളുപ്പം കഴിയും. ഇതിപ്പോ അതല്ല ചെയ്തത്. നിമമജ്ജ
ബൃഹദ്ധ്യായൻ, ബൃഹത്തായിരിക്കുന്ന സർവേശ്വരാകൃതിയെ, ലോകം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെയാണ് ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അദ്ദേഹം. അതിനെന്താ കാരണം എന്നറിയോ? പരാർത്തിശീല, സമയം കഴിയുമ്പോഴേക്കേ അങ്ങോട്ട് എത്താവൂ മുഹൂർത്തം, അതിനു വേണ്ടിയിട്ടാ. അപ്പോ അംബരീഷന് എന്താ വേണ്ടതെന്ന് നിശ്ചയില്ലാതെ ഇത്രയും കാലം താൻ അനുഷ്ഠിച്ചതായിരിക്കുന്ന വ്രതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണല്ലോ. എന്തു വേണ്ടോ നിശ്ചയമില്ലാതെ ഭഗവാനെ തന്നെ മനസ്സിലങ്ങോട്ട് ചിന്തിച്ചു. അപ്പോ ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട്, അവിടെ ഒരുപാട് മഹാത്മാക്കളുണ്ടല്ലോ ബ്രാഹ്മണരെ പാദം കഴിയിട്ട് അവരെ ഊട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ രൂപത്തിൽ ഒരു ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് ഭഗവാൻ ആയ ഈ ബ്രാഹ്മണൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മുഹൂർത്ത സമയത്ത് പാരണ ചെയ്യാൻ നിവേദ്യം കഴിച്ചോളണമെന്നൊന്നുമില്ല, ഭക്ഷണം കഴിച്ചോളണമെന്നൊന്നുമില്ല, ഒരു ലേശം പച്ചവെള്ളം കഴിച്ചാലും മതി. അപോഷ്ണാദി തദേവ ആശിതം നാനശിതം. പച്ചവെള്ളം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച ഫലമുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ഫലമുണ്ട്. അപ്പം അതുകൊണ്ട് പാദതീർത്ഥം കഴിച്ചോളൂ, എല്ലാം ഭംഗിയായി തീരും എന്ന് പറഞ്ഞ അവസരത്തിൽ ആ ബ്രാഹ്മണരുടെ അനുവാദത്തോടു കൂടിയിട്ട് അദ്ദേഹം പാദതീർത്ഥം സേവിച്ച് തൻ്റെ പാരണ അവസാനിപ്പിച്ചു. ഇത് മനസ്സിലാക്കി യോഗശക്തി കൊണ്ട് ആ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ദുർവാസാവ് മഹർഷി കാണിച്ചു തരാൻ തന്നെ അപമാനിച്ചില്ലേ എന്ന് കരുതിയിട്ട് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് മുകളിലേക്ക് വന്നിട്ട് കരയ്ക്ക് കയറിയിട്ട് ആ ജടാമുടി പിടിച്ച് നിലത്തങ്ങടടിച്ച് ഒരു ഭയങ്കര സ്വരൂപത്തെ, ഒരു കൃത്തികയെ അങ്ങോട്ട് നിർമ്മിച്ചു. കൃത്തിക എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന ഒരു തീ പന്തമാണ് കൃത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേഗം ചെന്ന് നശിപ്പിക്കേ അവനെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. ഇത് കാണാൻ സമാധിയിലൂടെ കഴിവുണ്ടായിരുന്ന ദുർവാസാവിന് ഭഗവാന്റെ തൃച്ചക്രം തന്നെ ദഹിപ്പിക്കാൻ പിന്നാലെ ഓടി വരുന്ന കാണാനുള്ള ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഏതായാലും അംബരീഷൻ ദുർവാസാവ് വരുന്നതും കാത്തുകൊണ്ട് പലക മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പവിത്രം കയ്യുമ്പിലിട്ടുകൊണ്ട് കിണ്ടിയിൽ വെള്ളവുമായിട്ട് അദ്ദേഹത്തിന്റെ പാദം കഴിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന അവസരത്തിലാണ് തീപ്പന്തമാണ് ആളി തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഒട്ടും പരിഭ്രമുണ്ടായില്ല അംബരീഷന്. അവിടെ ഭാഗവതത്തിൽ പറയുന്നൊരു പദമുണ്ട്, ന ചചാല പദാനൃപ, ഒരടി പിന്നാക്കം വെച്ചില്ല അദ്ദേഹം. എന്താ കാരണം? താൻ പിന്നിലേക്ക് ഓടിപ്പോയിട്ട് യാതൊരു പ്രയോജനമില്ല. ഈ തീപ്പന്തം തന്നെ ദഹിപ്പിക്കും ഭഗവാൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഭഗവാൻ ഉപേക്ഷിച്ചില്ല എന്ന് വിചാരിക്കുക, ഇവിടെ നിന്നാലും തീപ്പന്തം തന്നെ ദഹിപ്പിക്കില്ല. ആ ഒരു ഉറച്ച മനോഭാവം ആർക്കുണ്ടായി? അംബരീഷനുണ്ടായി. അതുകൊണ്ട് യാതൊരു സംശയവും ഉണ്ടായില്ല. അവിടെ നിന്ന നിൽപ്പിൽ അവിടെ ഇങ്ങോട്ട് നിന്ന അവസരത്തിലാണ് ഈ ഉറപ്പ് അംബരീഷനിൽ കണ്ടപ്പോൾ ഭഗവാൻ ഇളക്കം തട്ടി. വേഗം സുദർശന ചക്രത്തെ പറഞ്ഞയച്ചു. ഏതൊരു കൃത്തികയെയാണോ സുദർശന അംബരീഷൻ ദഹിപ്പിക്കാൻ പറഞ്ഞയച്ചുള്ളത്, ആ സുദർശനത്തെ, ആ കൃത്തികയെ ഈ സുദർശനം അങ്ങോട്ട് ദഹിപ്പിച്ചു. എന്നിട്ട് ആരാണോ അതിനെ പറഞ്ഞയച്ചത് അയാളുടെ പിന്നാലെ അങ്ങോട്ട് ഓടി, ദുർവാസാവിന്റെ പിന്നാലെ. തീപ്പന്തം പോലെയാണ് ജാജ്വല്യമാനമായിട്ടുള്ളത്. ആ സുദർശനത്തെ കൊണ്ട് കണ്ടതോട് കൂടിയിട്ട് നല്ല പരിചയമുണ്ട് വൈകുണ്ഠത്തിലൊക്കെ പോകുന്ന അവസരത്തിൽ. പക്ഷെ ഇത് വിചാരിച്ചില്ല. ഏതായാലും അവിടുന്ന് ഓടി. ഗുഹാംനവിഷ്ടപ്രസസാരമേരോ, സമുദ്ര അന്തർഭാഗത്ത് പോയിട്ട് ഒളിച്ചു. അവിടെ സമുദ്രം അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങി. മഹാമേരുവിന്റെ ഗുഹയിൽ പോയി ഒളിച്ചു. അവിടെയും കിട്ടിയില്ല. ഇനി എന്തു വേണ്ടോ നിശ്ചയമില്ലാതെ അവസാനം ഓടി ബ്രഹ്മാവിന്റെ അടുക്കെ. ബ്രഹ്മാവ് വേഗം സത്യലോകം കൊട്ടിയടച്ചു, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. വേഗം ഓടി കൈലാസത്തിലേക്ക്. ദുർവാസാ ശങ്കരസ്യാംശ, ഞാൻ അങ്ങയുടെ അംശമല്ലേ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപ്രഭുവായ മഹാദേവൻ പറഞ്ഞു, ഇവിടെ അംശമാണോ ഒന്നും നോട്ടല്ല,
ഇത് മഹാപ്രഭുവിന്റെ കാലചക്രമാണ്, ഇവിടെ രക്ഷല്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്നും പറഞ്ഞയച്ചു. അവസാനം ആഹാച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസം മാവഹി വിശ്വഭാവന. രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ വൈകുണ്ഠലോകത്തിൽ ചെന്നങ്ങട് ഒന്നും നോക്കാതെ അങ്ങോട്ട് വീണു. ഞാനും ജപിച്ചു നാമം, രക്ഷിക്കണേ, എന്നെ ഭക്തരുടെ കൂട്ടത്തിൽ കൂട്ടണേ എന്ന് അവിടെ ചെന്നങ്ങോട്ട് വീണ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ, ഞങ്ങൾ തമ്മിൽ ഒരു കൈമാറ്റം സംഭവിച്ചിട്ടുണ്ട്. സുദർശനം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അതിപ്പോ അംബരീഷന്റെയാണ്. ഭൂയോ ഭവൻ നിലയമേത്യമുനിം നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേണനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഭഗവാൻ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല, വേഗം ഓടിക്കോളൂ. കാരണം ഈ തൃച്ചക്രത്തെ ശാന്തനാക്കണമെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല, അംബരീഷനെ പറ്റുള്ളൂ, അതുകൊണ്ട് ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് കിടന്നാൽ എൻ്റെ പുറം പൊള്ളിക്കും, ഇപ്പം തന്നെ ചുട്ട് പൊള്ളിയിട്ട് യാതൊരു നിവൃത്തിയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, ഞാനിത് അംബരീഷന്റെ കാല് പിടിക്കാൻ ഓടുകയാണേ എന്ന് പറഞ്ഞു ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോളൂ, എന്നിട്ട് അങ്ങോട്ട് ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസാവിന് വൈകുണ്ഠത്തിലും എന്താ പറയുക, രക്ഷ കിട്ടിയില്ല. എന്തുകൊണ്ട്? ഭഗവാൻ ഭക്തദാസനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തത്. കുറൂരമ്മ കലത്തിനടിയിൽ അടച്ചു വെച്ചു. ദേഷ്യപ്പെട്ട് ഭഗവാൻ പോയോ? ഇല്ല. ആ അമ്മ പനി പിടിച്ചു കിടക്കേ, അവസാന കാലത്ത് സുബോധം നഷ്ടപ്പെട്ട് കിടക്കേ, അല്ലെങ്കിൽ ആരോരും നോക്കാനില്ലാതെ ഒരനാഥയെപ്പോലെ കിടക്കേ, ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഭഗവാൻ കൂടെ തന്നെ സദാസമയവും ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് അവസാന കാലം കൊതിച്ചിടുന്ന കൃഷ്ണനെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ. എന്താ ഈ കൊതി എന്ന് പറഞ്ഞാൽ? സമയം വൈകിപ്പോയി. നമ്മളെ വീട്ടില് നല്ല ഒരു പനി പിടിച്ചിങ്ങനെ കിടക്കണ ഒരാളെന്ന് വിചാരിക്കുക. ആ സമയത്താണ് വീട്ടില് ഒരു 60-ാം പിറന്നാൾ ഷഷ്ടിപൂർത്തി ഉണ്ടായി. ഞാൻ ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കേമായിട്ട് വന്നിട്ടുണ്ട്. അതിഗംഭീരമായിരിക്കുന്ന പാലട പ്രധാനോട് കൂടിയിട്ടുള്ള പഴനുറുക്കും ഒക്കെ ആയിട്ടുള്ള ഗംഭീര സദ്യ. ഇയാൾക്കൊന്നും വായൽക്ക് വെക്കാൻ നിവൃത്തില്ല, ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിരിക്കുക. ആ സമയത്തൊരു കൊതി ഉണ്ടാവും ഭക്ഷണ സാധനത്തിന്. ഇല്ലേ? നാവില് വെള്ളവും വരും. എന്നിട്ട് ആ പനിയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഇയാൾ കുളിച്ച് അടുക്കളയിലൊക്കെ അങ്ങോട്ട് ചെന്നാലുണ്ടാവും ഒരു അത്യാർത്തി അദ്ദേഹത്തിന് ഭക്ഷണത്തോട്. ഈ ഒരു കൊതിയാണ് എന്ത്? ഭഗവാനോട് ഉണ്ടാവേണ്ടത്. അതിനാണ് ഈ സത്സംഗം
ഒക്കെ ഉപകരിക്കേണ്ടത്. കുറേ നാരായണീയമായിട്ട് വായിച്ചു. നമ്മൾ ഇത് കഴിഞ്ഞാൽ മൂട്ടിലത്തെ പൊടിയും തട്ടിയിട്ട് ഓരോ ഒഴിക്കാണ്ട് പോയി വീണ്ടും പ്രാരബ്ധത്തിലേക്ക് ഉപ്പ് കുത്തുക. അതുകൊണ്ട് കാര്യമില്ല. അവസാനം വരെ അവിടെ അങ്ങോട്ട് എത്തിച്ചേരുന്നത് വരെ ഈ ഒരവസ്ഥ ഉണ്ടാകണം. അംബരീഷനും അവിടെ ചെന്ന് വീണു. ദുർവാസാവ് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ള സകല സൽക്കർമ്മവും ഹേ സുദർശന ചക്രമേ ദ്വിജോഭവതു വിജ്വര, ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതൊക്കെ അങ്ങയുടെ സന്തോഷത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അംബരീഷൻ നമസ്കരിക്കണു സുദർശന ചക്രത്തെ. അംബരീഷന് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോ സുദർശനം ശാന്തനായി, പിന്നെ കണ്ടില്ല. ദുർവാസാവിന് മനസ്സിലായി തന്റെ തപശക്തി മുഴുവൻ അംബരീഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അംബരീഷനോ തന്റെ സൽക്കർമാനുഷ്ഠാനത്തിന്റെ സകല പുണ്യവും അന്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ഭഗവാൻ പറഞ്ഞത്, ജ്ഞാനം തപശ്ച. ഇത് കുറെ ഉണ്ടായിട്ട് പ്രയോജനമൊന്നുമില്ല. വിനയാന്വിതമേവ മാന്യം. വിനയം എന്നാണ്. വിനയം എന്ന് പറഞ്ഞാൽ എന്താ? നേർവഴിയിലൂടെ നയിക്കണം. അത് മറ്റവന്റെ നാശത്തിനു വേണ്ടിയിട്ടായിത്തീരരുത്. അവനവന്റെ അറിവും കാര്യങ്ങളുമൊക്കെ അന്യനെ നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ടായിത്തീരണം. അങ്ങനെയും വിനയത്തിനൊരർത്ഥം പറയാം. ഏതായാലും ഇവിടെ അംബരീഷ മഹാരാജാവിന് ഇപ്പോൾ വളരെ സന്തോഷമായി. അദ്ദേഹം ദുർവാസാവിനെ ഇവിടെ കാല് കഴിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, എന്നോട് വല്ല വിദ്വേഷം അങ്ങക്കുണ്ടോ? ഞാൻ എന്തിനാ ഇങ്ങനൊരു നാടകം കളിച്ചതെന്നാണെങ്കിൽ അങ്ങയുടെ മഹത്വം ലോകത്തിൽ പരത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നാടകം കളിച്ചത്. അല്ലാതെ എനിക്ക് അങ്ങയോടൊരു വിരോധം ഉണ്ടായിട്ടില്ല. അപ്പൊ കാര്യം ശരിയാണ്. ദുർവാസാവ് ഇങ്ങനെ ഒരു വേഷം കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ അംബരീഷൻ ഏതോ മൂലയ്ക്ക് കിടന്ന് അവസാനം ഭഗവാന്റെ ഭാഗത്തിലേക്കാണ്ട് പോകുന്നല്ലാതെ ലോകത്തിൽ ഒരാളും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ഇതിപ്പോ അങ്ങനെയല്ല. ദുർവാസാവ് ഇങ്ങനെ ഒരു വേഷം കെട്ടിയത് കൊണ്ട് അംബരീഷന്റെ മഹത്വം ലോകം മുഴുക്കെ അറിയാനായിക്കൊണ്ട് സാധിച്ചു. മാത്രവുമല്ല, ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ഏത് കാലചക്രം വന്നാലും അത് ഭക്തനെ സ്പർശിക്കാതെ ദൂരേക്ക് മാറിപ്പോകും എന്നുള്ള തത്വവും കൂടിയിട്ട് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി കൊണ്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും കുറഞ്ഞൊരു അനുസ്മരണം ഇവിടെ ഈ സജ്ജന സമക്ഷം തരായതിൽ മഹാഭാഗ്യം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കുറൂരമ്മയുടെ ഈ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.